വെൽക്കം ടു സ്റ്റഡി നിഫ്റ്റി മലയാളം. സോ നമ്മൾ ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഒത്തിരി പേർക്ക് AI പ്രോംപ്റ്റിന് നമ്മൾ കൊടുത്തിരുന്നു. നമ്മൾ അതിനെപ്പറ്റി ടെസ്റ്റ് ചെയ്തിരുന്നു. വീക്കിലി ഒരു വീക്ക് മുതൽ നെക്സ്റ്റ് വീക്കിലി എക്സ്പയറിയുടെ ഉള്ളിൽ AI ഉപയോഗിച്ച് നമുക്ക് നിഫ്റ്റി എങ്ങോട്ടേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെന്ന് നമുക്ക് AI ഉപയോഗിച്ച് എങ്ങനെ മനസ്സിലാക്കാമെന്നുള്ളതായിരുന്നു ടോപ്പിക്ക്. അതിൽ നിന്നും നമ്മളൊരു സ്ട്രാറ്റജി എങ്ങനെ ബിൽഡ് ചെയ്ത് എങ്ങനെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നമുക്കൊരു ഓപ്ഷൻ ട്രേഡിംഗ് നടത്താം എന്നുള്ള ഒരു അനാലിസിസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത്. ഓക്കെ, സോ പലർക്കും അതിൽ നിന്നും ഉണ്ടായ ഒരു ബേസിക് സംശയം എന്തായാലും സാർ, ഈ AI വർക്കാകുമോ? ഒരുപാട് പേര് എന്നിൽ നിന്നും AI വാങ്ങിച്ചു. ഞാനത് ചെറിയൊരു ഫീസ് പേ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഒരുപാട് പേര് അത് പേ ചെയ്തു. വളരെ നന്ദിയുണ്ട്. അത് ഒരുപാട് പേര് ടെസ്റ്റ് ചെയ്തും നോക്കി. അപ്പോൾ അവർക്കൊക്കെ അറിയേണ്ടുന്ന ചിലരുടെ സംശയങ്ങൾ എന്തായിരുന്നു എന്ന് വെച്ചാൽ, സർ ഈ AI സാർ ഒന്ന് റിയൽ എന്താ പറയുക ലൈവ് മാർക്കറ്റിൽ സാർ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ലൈവ് മാർക്കറ്റിൽ ഒന്ന് അതിൻ്റെ പ്രോബബിലിറ്റി എത്രത്തോളം വിന്നിങ് പ്രോബബിലിറ്റി ഉണ്ട് എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമോ? ടെസ്റ്റ് ചെയ്തിട്ട് എത്തരത്തിലുള്ള സ്ട്രാറ്റജി നമുക്ക് ഡിഫൈൻ ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പഠിപ്പിച്ചു തരാമോ എന്ന് ചോദിച്ചിരുന്നു. ഇന്ന് നമ്മൾ ഇന്നേ ദിവസം, ഇന്ന് വെനസ്ഡേ ആണ്. സോ ഡിസംബർ 31, അത് ഇന്നലെ എക്സ്പയറി കഴിഞ്ഞു. ഇന്ന് ഫ്രഷ് എക്സ്പയറി. ഏത് എക്സ്പയറിയാണ്? ജാനുവരി 6 അവസാനിക്കുന്ന എക്സ്പയറി ആരംഭിക്കുന്ന ഫസ്റ്റ് ഡേ ആണ്. അത് രാവിലെ തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഗ്രോക്കിൽ പോയിട്ട് ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള AI പ്രോംപ്റ്റ് വെച്ചിട്ട് ഡയറക്ഷൻ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. പ്രോബബിലിറ്റി എനിക്ക് കിട്ടി. ആ പ്രോബബിലിറ്റിയുടെ ബേസിസിൽ ഞാൻ ഒരു സ്ട്രാറ്റജി ഡെവലപ്പും ചെയ്തു. നമുക്ക് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ഞാൻ ആ സ്ക്രീൻ റെക്കോർഡ്സ് ഓരോന്നും സ്ക്രീൻ റെക്കോർഡ് ചെയ്തു. എക്സിക്യൂഷൻ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തു. സെലക്ഷൻ ഓഫ് സ്റ്റോക്സ് റെക്കോർഡ് ചെയ്തു. സിമുലേറ്ററിൽ എങ്ങനെയാണ് നമുക്കൊരു പുതിയ സ്ട്രാറ്റജി ബേസ്ഡ് ഓൺ ദി AIയുടെ പ്രോംപ്റ്റ് ബേസിസിൽ ഒരു സ്ട്രാറ്റജി എങ്ങനെ ബിൽഡ് ചെയ്യാമെന്നുള്ള പ്രോംപ്റ്റും വെച്ചിട്ട് ഞാൻ ആ സ്ട്രാറ്റജിയും ബിൽഡ് ചെയ്തിട്ടുണ്ട്. സോ അതെങ്ങനെയാണ് നമുക്ക് സ്ക്രീനിലേക്ക് പരിചയപ്പെടാം. വൺസ് അഗെയിൻ നിങ്ങൾക്കും ആ പ്രോംപ്റ്റ്, ഈ വീഡിയോ കാണുന്നവർക്കും പ്രോംപ്റ്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ QR കോഡ് കൊടുത്തിട്ടുണ്ട്. 250 റുപ്പീസ് നിങ്ങൾക്ക് പേ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് അയച്ചു തരാം. എസ്പെഷ്യലി ഞാൻ ഈ പറയുന്നത് ഒരിക്കലും ഒരു ട്രേഡ് അഡ്വൈസായിട്ടോ റെക്കമെൻഡേഷനായിട്ടോ ആരും കണക്കാക്കരുത്. ദിസ് ഈസ് ഓൺലി ഫോർ എക്സ്പെരിമെൻ്റൽ പർപ്പസ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, സോ നമുക്ക് സ്ക്രീനിലേക്ക് കിടക്കാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഗ്രോക്ക് ഓപ്പൺ ചെയ്തു. ഗ്രോക്ക് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ പ്രോംപ്റ്റ് നമ്മളിവിടെ കൊടുക്കുകയാണ്. നമ്മുടെ പ്രോംപ്റ്റിന് കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് നമ്മൾ ഡോക്യുമെൻ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ പ്രോജക്റ്റ് സേവ് ചെയ്തിട്ടുണ്ട്. ആ പ്രോജക്റ്റ് നമുക്ക് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്നുള്ളത് നിങ്ങളിവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. പ്രോജക്റ്റ് ഇവിടെ നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എങ്ങനെ ഓപ്പൺ ചെയ്യുന്നു നോക്കൂ. ഓൾറെഡി ഈ പ്രോജക്റ്റ് ഞാൻ ആസ് എ പ്രോജക്റ്റ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കൂ, നിഫ്റ്റി 50 പ്രെഡിക്ഷൻ എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്തതിനെ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. സോ ഈ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ പ്രോജക്റ്റിലേക്ക് നമ്മൾ ലാൻഡ് ചെയ്യും. ഇത് പ്രീവിയസ്ലി ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു അതേ ഡോക്യുമെൻ്റ് ഉപയോഗിച്ച്, ആ പ്രോജക്റ്റ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്തതാണ്. ഇനി വീണ്ടും ഇവിടെ നിന്ന് നമ്മൾ പുതിയ ഒരു എന്താ പറയുക, ഇന്നത്തേക്കുള്ള ബുധനാഴ്ച രാവിലെ ആരംഭിക്കുന്ന പ്രഡിക്ഷൻ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, പ്രഡിക്ഷന് വേണ്ടിയിട്ട് ബുധനാഴ്ച രാവിലെ മാർക്കറ്റ് ഓപ്പണിന് മുമ്പേ അറൗണ്ട് 9 മുന്നെയാണ് ഞാൻ ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തത്. 9:50 ശരിക്കും പറഞ്ഞാൽ 9:30 നമ്മൾക്ക് റൺ ചെയ്യേണ്ടതാണ്. ഞാൻ 9 o'clock മുന്നേ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തു. ബിക്കോസ് ഓഫ് നിങ്ങൾക്കത് റെക്കോർഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്ത് വേണം, നമുക്ക് നമ്മുടെ നിഫ്റ്റിയുടെ ലെവൽസും കൂടി ഒന്ന് നമ്മൾ നോക്കി വെക്കണം. നിഫ്റ്റിയുടെ ചാർട്ട് പോയിട്ട് നോക്കൂ, നിഫ്റ്റിയുടെ ട്രേഡിംഗ് വ്യൂവിൽ കഴിഞ്ഞ ക്ലോസിംഗ് നോക്കണം, ശ്രദ്ധിച്ച് നോക്കണം നിങ്ങൾ. ഇത് പ്രകാരം നമുക്ക് എന്താ അറിയേണ്ടുന്നത്, നിഫ്റ്റി ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ള ഡീറ്റെയിൽസ് എടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ എവിടേക്ക് വരിക, നമ്മുടെ ഗ്രോക്കിലേക്ക് വരിക. വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ടെമ്പററി പ്രോംപ്റ്റ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. ടെമ്പററി പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഓരോ തവണയും നമ്മളിപ്പോൾ ഒരു ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡോക്യുമെൻറ്റിൽ നിന്നും എല്ലായ്പ്പോഴും ഡോക്യുമെൻറ്റിനെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് അതിൽ നിന്നും ചേഞ്ച് ചെയ്യേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്ന് എന്തൊക്കെയാണ്, ATMലെ പ്രൈസ്, ATM എന്താണെന്ന് നമ്മൾ മാറ്റി കൊടുക്കണം. പിന്നെ എന്താ വേണ്ടത്, സ്പോട്ട് പ്രൈസ് മാറ്റി കൊടുക്കണം. പിന്നെ വരാൻ പോകുന്ന എക്സ്പയറി പീരീഡ് ഏതാണോ ആ ഡേറ്റ് നമ്മൾ മാറ്റി കൊടുക്കണം. ഇത്രയും മാറ്റി കൊടുക്കേണ്ടുന്ന പ്രോസസ്സാണ്. കുഡ് യു പ്ലീസ് നോട്ട് ഫോളോയിങ് ഡേറ്റ ഇൻ. ഞാനിതിനെ ടൈപ്പ് ചെയ്യാൻ ആദ്യം ശ്രമിച്ചു.
ടൈപ്പ് നിങ്ങൾ നോക്കിയാൽ അറിയാം. ടൈപ്പ് നമുക്ക് നോക്കി നിങ്ങളുടെ കയ്യിൽ ഇത് ഞാൻ അയച്ചു തരുന്നത് തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒന്നുകിൽ ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ പ്രോംപ്റ്റിനെ കോപ്പി ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് ആവശ്യാനുസരണം നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യുക, അതിനിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അവിടെ അതിനകത്ത് പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനുശേഷം അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന ATM, ഇപ്പോൾ ഇത് പ്രീവിയസ് ATM ആണ്, 26,000 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്ന ATM ആയിരുന്നു. ആ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഡോക്യുമെൻറ്റിനുള്ളിൽ കൊടുത്തിരിക്കുന്ന ATM എന്ന് പറയുന്നത് 26,000 ആണ്. നമുക്ക് ഓരോ പ്രാവശ്യം ചേഞ്ച് ചെയ്ത് പുതിയ ടെസ്റ്റിംഗ് നടത്തുമ്പോൾ നമുക്ക് ATMനെ മാറ്റി കൊടുക്കണ്ടേ, ആ റിയൽ ടൈമിലുള്ള ATM കൊടുക്കണം. സോ അതിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ ഈ ഒരു പ്രോംപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഞാനിപ്പോൾ ആദ്യം ഇത് ടൈപ്പ് ചെയ്യാൻ ശ്രമിച്ചു. ശരിക്കും പറഞ്ഞാൽ ടൈപ്പിങ്ങിന് ശേഷം പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാനത് കാരണം ഒത്തിരി ഉണ്ട്, കുറച്ച് ലെങ്തി ആയിട്ടുള്ളത് കൊണ്ട് ഞാൻ പിന്നെ അതിനെ പോയിട്ട് കോപ്പി ചെയ്തിട്ട് വന്നിട്ട് ഞാനത് പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും, നിങ്ങൾക്ക് കാണാം. നോക്കൂ, ഞാൻ ആ പ്രോംപ്റ്റിനെ അങ്ങനെ ഞാൻ സേവ് ചെയ്തിരുന്നതിനെ കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്തിട്ട് ഇന്നത്തെ രാവിലത്തെ ATM സ്ട്രൈക്ക് 25,950, 25,950 കൊടുത്തു. സ്പോട്ട് നോക്കൂ, 25,938 സ്പോട്ട് നിന്നിരുന്നത്. കൃത്യമായിട്ട് ആ ഡേറ്റ കൊടുത്തു. ഇനി തൊട്ട് താഴെ വരുമ്പോൾ നമുക്ക് എന്താ വേണ്ടത് നോക്കൂ, സ്പോട്ട് പ്രൈസ് ആൻഡ് എക്സ്പയറി ഡേറ്റ് ഞാൻ എന്താ മാറ്റി കൊടുക്കുകയാണ്. എന്നാണ് 6th January 2026. 6th January 2026 നമ്മൾ എന്ത് കൊടുക്കുന്നു, എക്സ്പയറി മാറ്റി കൊടുത്തു. ഇനി എന്ത് ചെയ്യുക, റൺ ചെയ്യുക. റൺ ചെയ്യുമ്പോൾ ഇതാ നോക്കൂ, റണ്ണിങ് ആരംഭിച്ചു. എന്തൊക്കെയാണ് നോക്കുന്നത്, ATM സ്ട്രൈക്ക്, ഇപ്പോഴത്തെ ATM സ്ട്രൈക്ക് ഫെച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഡേറ്റ പതുക്കെ 1 by 1 ആയിട്ട് അനാലിസിസ് നടക്കും. ഡേറ്റ ഫെച്ച് ചെയ്തു. അടുത്ത എക്സ്പയറി റിവേർട്ട് ഡിസംബർ ഇത് നോക്കുന്നു. ഫെച്ച് റിയൽ ടൈം നിഫ്റ്റി സ്പോട്ട് പ്രൈസ്, അത് തന്നെ ഓട്ടോമാറ്റിക്കലി ഫെച്ച് ചെയ്തെടുത്തോളും, നമ്മളൊന്നും അറിയണ്ട. ദെൻ ഓരോ നോക്കൂ, പ്ലാനിങ് ടു ബ്രൗസ് NSE നിഫ്റ്റി സ്പോട്ട് ആൻഡ് ഓപ്ഷൻ ചെയിൻ ഡീറ്റെയിൽസ് എടുക്കാൻ പോവാണ്. വിക്സ് ഡീറ്റെയിൽസ് എടുക്കുന്നുണ്ട്, ഗിഫ്റ്റ് നിഫ്റ്റി ഡീറ്റെയിൽസ് എടുക്കുന്നുണ്ട്, FIA DIA ഫ്ലോസ് എടുക്കുന്നുണ്ട് ഫോർ സെൻറ്റിമെൻ്റ് അനാലിസിസ്. വരാൻ പോകുന്ന വീക്കിൻ്റെ സെൻറ്റിമെൻ്റ് അനാലിസിസ് വളരെ ശ്രദ്ധയോടുകൂടി ഈ വീഡിയോ അവസാനം വരെ കാണണം. ഒരുപാട് പേർക്ക് AI ഉപയോഗിച്ച് എങ്ങനെ ചെയ്യണം എന്നറിയാത്തവരുമുണ്ട്. ഓൾറെഡി ഇതിൽ നിന്ന് ലഭിക്കുന്ന പ്രോബബിലിറ്റി നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുമോ എന്ന് സംശയമുള്ളവരുണ്ട്. അവർക്കൊക്കെയുള്ള ഒരു എന്താ പറയുക, വളരെ നല്ലൊരു ലെസണാണിത്. ഒരിക്കലും മിസ് ചെയ്യാണ്ട് 1 by 1 ആയിട്ട് പോയിൻ്റ് ബൈ പോയിൻ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഓക്കെ, സോ ഇപ്പോൾ നോക്കൂ, ഓരോന്നായിട്ട് ഇതിപ്പോൾ ബാക്ക് എൻഡിൽ അനാലിസിസ് നടക്കുകയാണ്. നോക്കൂ, NSE ഹോം പേജിൽ പോകുന്നുണ്ട്, BSEയിൽ പോകുന്നുണ്ട്, എവറി സെഗ്മെൻറ്റ്. OA നോക്കൂ, എല്ലാ OA സ്ട്രൈക്സും ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. നിഫ്റ്റി സ്പോട്ട്, വിക്സ്, ഗിഫ്റ്റ് നിഫ്റ്റി കറണ്ട് വാല്യൂ, അത് നിഫ്റ്റിയുടെ PE റേഷ്യോ വരെ ഉണ്ട്, അതിനകത്ത് ചെക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, സോ നിങ്ങളൊന്നും അറിയണ്ട, ജസ്റ്റ് ഈ പ്രോംപ്റ്റ് നിങ്ങൾ മേടിച്ചതിന് ശേഷം നിങ്ങൾ റൺ ചെയ്താൽ മതി. മേടിക്കണം എന്നുള്ളവർക്ക് ഈ വാട്സാപ്പ് നമ്പറിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. മെസ്സേജ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്താ പറയുക, വാട്സാപ്പിൽ എങ്ങനെ വേണമെന്ന് ചോദിച്ചാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. സോ ഇറ്റ് ഈസ് ഗോയിങ് ഓൺ റൈറ്റ് നൗ. അല്ലെങ്കിൽ വീഡിയോയുടെ അവസാനം QR കോഡ് കൊടുത്തിട്ടുണ്ട്. അതിൽ QR കോഡ് നിങ്ങൾ 250 rupees നിങ്ങൾ പേ ചെയ്തിട്ട് ആ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ പ്രോംപ്റ്റ് നിങ്ങൾക്ക് അയച്ചു തരാം. ഇപ്പോൾ 1 by സമയമെടുക്കും, കാരണം അത്രമാത്രം ഡേറ്റ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. നോക്കൂ, പ്രോസസ്സ് കഴിഞ്ഞു. 1.5 minute, ഏതാണ്ട് 2 minute എടുത്ത് നമുക്ക് ഈ അനാലിസിസ് നടത്താൻ. അനാലിസിസ് റിപ്പോർട്ട് നമ്മുടെ മുന്നിൽ വരികയാണ്. ഈ വരുന്ന ആഴ്ചത്തെ പ്രോംപ്റ്റാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ പ്രോംപ്റ്റ് മാത്രമല്ല, ഞാൻ ഇതിനെ ബേസിസ് ചെയ്ത് നമ്മൾ ട്രേഡ് എക്സിക്യൂഷൻ വരെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കറക്റ്റായിട്ടില്ല, അതായത് നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു എക്സാജറേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സിമുലേറ്ററിലൂടെ ഒരു എന്തെങ്കിലും ഹിസ്റ്റോറിക്കൽ ഡേറ്റ അല്ല നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. റിയൽ ടൈമിൽ നമ്മൾ ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യാം, വർക്കൗട്ട് ആകുമോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് പ്ലസ് പുതിയൊരു സ്ട്രാറ്റജിയും കൂടിയാണ് നമ്മൾ ഇതിലൂടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കൂ, റിപ്പോർട്ട് വന്നു. നിഫ്റ്റി 50 നോക്കൂ, 31st January 31st December ടു എന്താ പറയുക 2nd January എക്സ്പയറി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നോക്കൂ, കറണ്ട് സ്പോട്ട് പ്രൈസ് എവിടെ നിൽക്കുന്നത് 25,938 എടുത്തു കഴിഞ്ഞു. ATM 25,950. കൺസോൾഡേറ്റ് വിത്ത് മൈൽഡ് ഡൗൺ
സൈഡ് എന്നാണ് അത് കാണിക്കുന്ന പ്രോബബിലിറ്റി കൂടുതൽ കാണിക്കുന്നത്. റേഞ്ച് എത്രയാണ് കാണിക്കുന്നത്? ട്രേഡിംഗ് റേഞ്ച് 25,878 to 26,000 വരെ പോകാൻ സാധ്യതയുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത് മാർക്കറ്റ് ഓപ്പണിംഗ് ആയിട്ടില്ല, മാർക്കറ്റ് ക്ലോസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സോ ക്ലോസ് ടൈമിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിൽക്കുന്ന റേഞ്ചിൽ നിന്നും അപ്പോൾ ഏതൊക്കെ ലെവലിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടുന്നത് മൈൽഡ് ഒരു പ്രോംപ്റ്റ് നമുക്ക് തരുന്നു, ഐ മീൻ ഒരു അപ്രോക്സിമേറ്റ് ഐഡിയ തന്നു കഴിഞ്ഞാൽ അതിനങ്ങനെ ബ്ലൈൻഡായിട്ട് നമ്മൾ എടുക്കരുത്. നമ്മൾ എന്ത് ചെയ്യുക, ലോവർ ടൈം ഫ്രെയിമിലും അത് തന്നിരിക്കുന്ന റേഞ്ച് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളെപ്പോഴും നമ്മളുടെ ഒരു സേഫസ്റ്റ് സ്ട്രാറ്റജിയിലൂടെ വേണം മുന്നോട്ട് പോകാൻ. ഇതിൽ നോക്കിയാൽ അറിയാം, നമ്മൾ എന്ത് ചെയ്യുക, ലോ മാർക്ക് ചെയ്യുക 25,880. that is the earlier close, previous close range. ആ ഒരു 25,800 റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട് കണ്ടോ. സോ ഈ ഒരു റേഞ്ചിൽ നിന്ന് നമുക്ക് ഇനി അടുത്ത് പ്രഡിക്ഷൻ ലെവൽ അത് കൊടുത്തിരിക്കുന്ന ഓരോരോ ടെക്നിക്കൽ അനാലിസിസ്, ഇന്ത്യ വിക്സിൻ്റെ സ്റ്റാറ്റസ്, ദെൻ മാക്രോ എക്കണോമിക് അനാലിസിസ്, ഗിഫ്റ്റ് നിഫ്റ്റിയുടെ അനാലിസിസ്, ഫണ്ടമെൻ്റൽ അനാലിസിസ് 1 by 1 ആയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ റിസൾട്ട് ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഒരു റേഞ്ച് ബൗണ്ട് നമ്മൾ ഫിക്സ് ചെയ്യുക. ഒരിക്കലും മാർക്കറ്റ് ഇപ്പോൾ ഇതൊരു പ്രോബബിലിറ്റി തരുന്നത് എബോവ് 60% ഒക്കെയാണ് ഒരു പർട്ടിക്കുലർ പീരീഡിൽ നമുക്ക് പ്രോബബിലിറ്റി തരികയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ കൂടുതൽ അതിനെ റിലേ ചെയ്യാം. പക്ഷേ ബിലോ 50 ആണ് മൊത്തത്തിലുള്ള റേഞ്ച് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പാഠം എന്താണ്, അതൊരു റേഞ്ച് ബൗണ്ടായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യേണ്ടുന്നതും അങ്ങനെ ആയിരിക്കണം. ഓക്കെ, സോ അതിൻ്റെ ഡീറ്റെയിൽസും ഇതിവിടെ കൊടുക്കുന്നുണ്ട്. ടെക്നിക്കൽ അനാലിസിസ് പ്രകാരം ഒരു റേഞ്ച് ബൗണ്ടിനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത് മാർക്കറ്റിൽ. ഓക്കെ, സോ ഇത് 1 by 1 ആയിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ based on all technical, fundamental, macroeconomic analysis, global analysis, then the geopolitical sentiments, then option chain analysis കാരണം പ്രീവിയസ് ഇന്നലെയോടുകൂടി കഴിഞ്ഞ മാസത്തെ കഴിഞ്ഞു, ഇനി അടുത്ത് ഈ മാസത്തെ ഓപ്ഷൻ ബിൽഡിങ്ങിൻ്റെ സ്റ്റാറ്റസ് കോ എന്തൊക്കെയാണെന്നും നോക്കണം. അതിന് ബേസിസിലുള്ള സംഭവങ്ങളായിരിക്കും നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങൾ. സോ അത്തരം ഇനിയും ശരിക്കും പറഞ്ഞാൽ 9 o'clock അല്ല, നിങ്ങൾക്ക് 9:30 മേളിലാണ് നിങ്ങളിത് റൺ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള നമുക്കൊരു പ്രോബബിലിറ്റി കൂടുതൽ കിട്ടാനുള്ള സാധ്യത ഉണ്ടാകും. ഇനി നമുക്കിതിൻ്റെ താഴെ ഇതിൻ്റെ പ്രോബബിലിറ്റി ലെവൽ എങ്ങനെയാണെന്ന് നോക്കാൻ പറ്റും. സോ ലെറ്റ്സ് ഗോ ടു ദ ഡീറ്റെയിൽസ് അബൌട്ട് ദാറ്റ് തിങ്. PCR വാല്യൂ നോക്കൂ, ഇപ്പോൾ 0.8 ഇപ്പോൾ നിൽക്കുന്ന ആക്ച്വലി PCR ലെവല്. ദെൻ മാക്സ് പെയിൻ കൊടുക്കുന്ന ഈ വരുന്ന 6th January മാക്സ് പെയിൻ എത്രയാണ്, 26,000-ൻ്റെയാണ് മാക്സ് പെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിൻ്റെ ബേസിസിൽ ഇതിപ്പോൾ മുന്നോട്ട് പോകാൻ മൈൽഡ് പോസിറ്റീവാണ്. ഇപ്പോൾ ഫ്യൂച്ചറിൻ്റെ ബേസിസിൽ നോക്കുകയാണെങ്കിൽ മൈൽഡ് പോസിറ്റീവ് ആണ് ഓവർനൈറ്റ് ബേസിസിൽ ഫ്യൂച്ചർ സൂചിപ്പിക്കുന്നത്. സോ അതാണ് നമുക്കിവിടെ നിങ്ങൾ വായിച്ച് നോക്കിയാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. PE റേഷ്യോ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹിസ്റ്റോറിക്കൽ PEയും നിഫ്റ്റിയുടെ PEയും തമ്മിൽ ഏതാണ്ട് ബാലൻസ്ഡ് ലെവലിലാണ് നിൽക്കുന്നത്. സോ ഇനി ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് ലെവലിലേക്ക് പോകാം. പക്ഷേ എന്താണെങ്കിലും ശരി, എന്താ പറയുക, ഒരു ഹൈ മൊമെൻറ്റം ഓൺ ദി അപ്പ് സൈഡ് ഓർ ഡൗൺ സൈഡ് നമ്മൾ പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് വ്യൂ. അപ്പോൾ നമുക്ക് വേണ്ടുന്നത് എന്താണ്, മേളിലും പോയാലും നമുക്ക് ലാഭം കിട്ടണം, താഴെ പോയാലും നമുക്ക് ലാഭം കിട്ടണം. ദാറ്റ് ഈസ് അവർ ഫണ്ടമെൻ്റൽ ഗോൾ. സോ ദിസ് ഈസ് ഹൗ അവർ സ്ട്രാറ്റജി വി ഷുഡ് ഹാവ് ടു ഡെവലപ്പ്. ഓക്കെ, നോക്കൂ, ഓപ്ഷൻ ചെയിൻ അനാലിസിസ് 1 by 1 ആയിട്ട് 1 by 1 നിങ്ങൾക്ക് മനസ്സിലാക്കാം. നമുക്ക് ഫോർ നിഫ്റ്റി വീക്ക്ലി എക്സ്പയറി, അഡ്ജസ്റ്റഡ് ഫോർ പൊട്ടൻഷ്യൽ ജാനുവരി ഹോളിഡേ ബേസിസിലുള്ള ഇത് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. സോ മാക്സ് പെയിൻ ലെവൽ നോക്കുന്നുണ്ട്. ഇനി നമ്മൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്കറിയാം, വാട്ട് ഈസ് ദി എസ്റ്റിമേറ്റ് പ്രോബബിലിറ്റി നോക്കൂ. 45% എന്താണ്, അപ്സൈഡ് ക്ലോസിലേക്കാണ്. അതായത് എബോ അതിന് ഇപ്പോഴത്തെ കറണ്ട് എക്സ്പയറി എത്രയാണ്, നമ്മൾ 25,950 കൊടുത്തിരുന്നത് അല്ലേ. 25,950 കൊടുത്തതിൻ്റെ എബോവ് മുകളിലേക്ക് ക്ലോസ് ആകാൻ വരുന്ന എക്സ്പയറിയിൽ മുകളിലേക്ക് ക്ലോസ് ആകാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്, 45% ആണ്. അതും 50ക്ക് മുകളിലല്ല, പക്ഷേ 45% ഹയസ്റ്റ് പ്രോബബിലിറ്റി എവിടെയാണ്, മാർക്കറ്റ് മുകളിലേക്ക് പോകാനാണ് അത് സൂചന നൽകുന്നത്. ഡൗൺ സൈഡ് പ്രോബബിലിറ്റി 35%. അപ്പോൾ ഫ്ലാറ്റായിട്ട് റിമെയിൻ ചെയ്യാൻ എത്രയാണ്, 20% സാധ്യതയാണ്. അപ്പോൾ ഈ 3 എണ്ണത്തിൽ ഏറ്റവും ഹയസ്റ്റ് പ്രോബബിലിറ്റി എന്താണ്, മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോകാനുള്ള സാധ്യതയാണെന്നാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ട്രേഡിംഗ് സ്ട്രാറ്റജി യൂസ് ചെയ്യാമെന്ന് വരെ അതൊക്കെ നമുക്ക് കാണിച്ചു തരും. ഏതൊക്കെ ടൈപ്പ് ഓഫ് ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യാമെന്ന്, ഒന്നുകിൽ കോൾ ബൈ ചെയ്യാം, അല്ലെങ്കിൽ
എന്താ ചെയ്യുക, ലോങ് സ്ട്രാഡിൽ എടുക്കാനാണ് പറയുന്നത്. ലോങ് സ്ട്രാഡിൽ അത് പറയുന്നു. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നമ്മളൊരു കോമ്പിനേഷൻ ഓഫ് എന്താ പറയുക, ഷോർട്ട് സ്ട്രാഡിൽ യൂസ് ചെയ്യുക, ഷോർട്ട് സ്ട്രാങ്കിളാണ് യൂസ് ചെയ്യേണ്ടത്. അത് എന്താണെന്നും ഷോർട്ട് സ്ട്രാങ്കിളിൽ തന്നെ നമ്മളൊരു അഡ്ജസ്റ്റഡ് സ്ട്രാറ്റജി ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ പർപ്പസ്. അപ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടി. എന്താണ് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഐഡിയ എന്താണ്, മാർക്കറ്റ് മുകളിലേക്ക് പോകാനാണ് സാധ്യത എന്നുള്ളത്. ഇത് മാർക്കറ്റ് ഓപ്പണിങ്ങിന് മുന്നേ നടക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് കിട്ടിയിരിക്കുന്ന മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്തല്ല, മാർക്കറ്റിന് ഓപ്പണിനും എത്രയോ സമയം 15 to 20 minutes മുന്നേ ഉള്ള ഡേറ്റയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ ഇനി നമുക്കിനി സ്ട്രാറ്റജി ബിൽഡിംഗ് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, നിങ്ങളിവിടെ കാണുന്നത് സ്ട്രാറ്റജി ബിൽഡറിൽ നമ്മൾ വന്നു കഴിഞ്ഞു. ഫസ്റ്റ് നമുക്ക് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യണം. ബിക്കോസ് ലൈവ് മാർക്കറ്റിന് പോകുന്നതിന് മുന്നേ നമുക്ക് എന്ത് സ്ട്രാറ്റജിയാണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കുക. ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്, ഏറ്റവും നല്ല പ്രോബബിലിറ്റി ലോങ് സ്ട്രാങ്കിൾ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്ട്രാങ്കിൾ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് പ്രൈസ് ഒന്ന് താഴ്പോട്ട് അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചു, ഇത് ലോ ഇത് ഹൈ ആണെന്ന് വിചാരിച്ചോളൂ. ഓവർ എ പീരിയഡ് ഒരു സപ്പോസ് 500 points 26,000 26,500 ഇവിടെ നിൽക്കുകയാണ്. ഇത് രണ്ടിൻ്റെ ഇടയിലാണ് പ്രൈസ് നിൽക്കുന്നതെങ്കിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണെങ്കിൽ അതിൽ നിന്ന് ലാഭം കിട്ടുന്നത് എങ്ങനെയെന്നുള്ളതാണ് സ്ട്രാങ്കിൾ. ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് മുതൽ തന്നെ സ്ട്രാറ്റജീസിൻ്റെ 1 by 1 എന്തെല്ലാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഈ സ്ട്രാറ്റജി എങ്ങനെ ബിൽഡ് ചെയ്യുന്നു നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കൂ, ഞാൻ എടുത്തിരിക്കുന്ന എക്സ്പയറി ഏതാണ്, January 27th. നല്ല ശ്രദ്ധിക്കുക, നിങ്ങളിവിടെ January 27th എക്സ്പയറി നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുക. ഏതാണ് ജാനുവരി എന്ന് പറഞ്ഞാൽ എന്താണ്, മന്ത് സ്റ്റാർട്ടിങ്ങിലാണ്. നമ്മൾ ജനുവരി മന്ത് സ്റ്റാർട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ ജനുവരി മന്ത് സ്റ്റാർട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ ഏത് എക്സ്പയറി എടുക്കേണ്ടത്, ജാനുവരി എക്സ്പയറി എടുക്കണം. ഓക്കെ, ദിസ് ഈസ് എ ന്യൂ സ്ട്രാറ്റജി. എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നമ്മൾ ജനുവരി അപ്പോൾ നമ്മൾ മന്ത് സ്റ്റാർട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ മന്ത് എൻഡിൻ്റെ, അതിപ്പോൾ അടുത്ത മാസമാണെങ്കിൽ ഫെബ്രുവരി മന്ത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഫെബ്രുവരി മന്ത് എൻഡിൻ്റെ ഡെൽറ്റ വാല്യൂവും കൂടി നോക്കണം. അതിൽ ഏതാ നമ്മൾ നോക്കേണ്ട, ATM സ്ട്രൈക്കെന്നോ OTM ഒന്നും നോക്കണ്ട. ഡെൽറ്റ വാല്യൂ 25 to ഇത് ഡെൽറ്റ ഡബിൾ സ്ട്രാറ്റജിയാണ്. 25 ഡെൽറ്റ റേഞ്ചിലുള്ള ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഞാൻ കറക്റ്റാണ് കൊടുത്തിട്ടുണ്ട്. ഈ നമ്മളിപ്പോൾ എടുത്ത സ്ട്രൈക്ക്, ആദ്യത്തെ സ്ട്രൈക്ക് ഏതാണ്, ഡെൽറ്റ വാല്യൂ ഉള്ള ഡെൽറ്റ 25 റേഞ്ച് ഉള്ള സ്ട്രാറ്റജിയാണ് നമുക്ക് വേണ്ടുന്നത്. ഓക്കെ, സോ അവിടെ നിന്ന് അതിൽ ഡെൽറ്റ 25 ഒരു കോൾ സൈഡും പുട്ട് സൈഡും നമ്മൾ സെല്ല് ചെയ്തു. ഓക്കെ, ദെൻ കംസ് ടു ഫെബ്രുവരി മന്ത് എൻഡിൻ്റെ സ്ട്രാറ്റജി. അവിടെ പോയിട്ട് ഡെൽറ്റ 25, അതേ ഡെൽറ്റ 25 റേഞ്ച് 25 എക്സാക്ട്ലി കിട്ടണം നമുക്ക് നിർബന്ധമില്ല. 25 എന്നുള്ളത് അതിപ്പോൾ നമുക്ക് പുട്ട് സൈഡിൽ ഇപ്പോൾ ഏതാ എടുക്കുന്നത്, ഡെൽറ്റ വാല്യൂ 26 ഉള്ളതുണ്ട്. സോ 26ൽ 2 ലെഗ് ഔട്ട് ഓഫ് ദ മണിയോ 2 ലെഗ് ബൈ ചെയ്യുക. അതേമാതിരി ഫെബ്രുവരി നെക്സ്റ്റ് മന്ത് എൻഡിൻ്റെ ഓപ്ഷൻ്റെ കോൾ ഓപ്ഷൻ്റെ ഡെൽറ്റ 25 26 റേഞ്ചിലുള്ള 2 ഓപ്ഷൻ ബൈ ചെയ്യുക, പുട്ട് ഓപ്ഷൻ 2 ഓപ്ഷൻ ബൈ ചെയ്യുക. സോ ദ സ്ട്രാറ്റജി നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം ബാസ്ക്കറ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വരട്ടെ. ഇപ്പോൾ നമുക്കത് ബാസ്ക്കറ്റിൽ പോയിട്ട് ഈ ഓർഡർ നമ്മുടെ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് റെഡിയാകുകയാണ് നമ്മളിപ്പോൾ. ഇപ്പോൾ ട്രേഡിങ്ങിന് റെഡിയാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചൊന്ന് എന്താ പറയുക, നമ്മുടെ ട്രേഡിംഗ് ഇതിൽ പോയിട്ട് ബാസ്ക്കറ്റ് ഓർഡറായിട്ട് തന്നെ നമ്മളിത് സെറ്റ് ചെയ്യണം. ഞാനിവിടെ നിഫ്റ്റി മന്ത്ലി ഡെൽറ്റ എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ എന്താ പോയിന്റ്, ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത്, ഏത് മന്താണോ ആ മന്തിൻ്റെ ലാസ്റ്റ് എക്സ്പയറിയുടെ ഡെൽറ്റ 25 നോക്കൂ. പേ ഓഫ് ഗ്രാഫ് നോക്കൂ. പേ ഓഫ് ഗ്രാഫ് ഇപ്പോൾ എങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്, നമുക്ക് ഏത് സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോയാലും നമുക്ക് പ്രോഫിറ്റ്. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾക്ക് അതിന് വേണ്ടത്, നമ്മൾ നിൽക്കുന്ന മാസം ഏതാണോ ആ മാസത്തിൻ്റെ അവസാന എക്സ്പയറിയിൽ പോയിട്ട് ഡെൽറ്റ വാല്യൂ 25 ഉള്ള കോൾ സൈഡും പുട്ട് സൈഡും എന്ത് ചെയ്യണം, സെല്ല് ചെയ്യണം. ഓരോ ലെഗ് ഫസ്റ്റ് മന്തിൻ്റെ അവസാനത്തെ എക്സ്പയറിയിൽ കോൾ സൈഡും പുട്ട് സൈഡും നമ്മൾ ഡെൽറ്റ 25 റേഞ്ചിലുള്ള 2 ലെഗിന് നമ്മൾ സെല്ല് ചെയ്യുക. ഔട്ട് ഓഫ് ദ മണി എന്നുള്ളത് ഏത് മണിയൊന്നും നോക്കേണ്ട കാര്യമില്ല. ഔട്ട് ഓഫ് ദ മണിയിൽ തന്നെ ഏത് സ്ട്രൈക്കൊന്നും നോക്കേണ്ട കാര്യമില്ല. ഞാൻ ഫസ്റ്റ് നോക്കൂ, 26,550 എന്ന് പറയുന്ന പി ആദ്യം എന്താ സെല്ല് ചെയ്തിരിക്കുന്നത് നോക്കൂ. പി 26,550 കോൾ ഓപ്ഷൻ്റെ സെല്ലാണ് ചെയ്തിരിക്കുന്നത് 1. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത് വരുന്ന സ്ട്രൈക്ക് ഏതാണ്, 25,700 പുട്ട് ഓപ്ഷൻ. അതേ ജനുവരി എക്സ്പയർ നോക്കൂ, ജനുവരി 27th എക്സ്പയറിയുടെ പുട്ട് ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, സെൽ ലെഗ് കൊടുക്കുക. അപ്പോൾ 2 ലെഗ് സെൽ ലെഗായി. ഇനി നമുക്ക് എന്ത് വേണ്ട, ഫെബ്രുവരി മാസം
നമ്മൾ നിൽക്കുന്ന മാസത്തിൻ്റെ അടുത്ത മാസത്തിൻ്റെ അവസാന എക്സ്പയറിയിലെ അതേ 25 റേഞ്ചിലുള്ള എന്ത് വേണം, 2 സ്ട്രൈക്ക്, ഡെൽറ്റ റേഞ്ചിലുള്ള 2 സ്ട്രൈക്കിനെ നമുക്ക് കോൾ സൈഡിൽ 2 ബൈ ചെയ്യണം, പുട്ട് സൈഡിൽ 2 ബൈ ചെയ്യണം. നോക്കൂ, കോൾ സൈഡിൽ നമുക്കിപ്പോൾ ഏതാ 26,900 കോൾ സൈഡ് വേണം, ഫെബ്രുവരി 26 എക്സ്പയറിയുടേത്. അതിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഞാനിത് ഓൾറെഡി സ്ക്രീൻ റെക്കോർഡഡ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ബിക്കോസ് ഇപ്പോൾ എനിക്ക് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് വീഡിയോ ചെയ്യാൻ കഴിയത്തില്ല. സോ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. സോ ഈ 2 ലെഗ് നമുക്ക് ലോട്ട് സൈസ് എത്ര എണ്ണം, 2 ആക്കുക. ലോട്ട് സൈസ് 2 ആക്കിയിട്ട് ബൈ കൊടുക്കുക. കോൾ സൈഡ് ബൈ കൊടുക്കുക. പുട്ട് സൈഡിലും അതേമാതിരി 25 ഡെൽറ്റ റേഞ്ചിൽ നിൽക്കുന്ന ഒരു പുട്ട് സൈഡ് ഓപ്ഷനും കൂടി നമ്മൾ എന്ത് ചെയ്യുക, ബൈ ചെയ്യുക. 2 സെല്ല്, ഒരു കോള് ബൈ, ഒരു കോള് സെൽ, ഒരു പുട്ട് സെല്ല്. അതേമാതിരി അടുത്ത മന്തിൻ്റെ അവസാനത്തെ എക്സ്പയറിയുടെ 2 കോള് ബൈ, 2 പുട്ട് ബൈ. മൊത്തം 6 ലെഗ്സാണ് നമുക്കിതിൽ വേണ്ടി വരുന്നത്. ഓക്കെ, സോ 6 സ്ട്രൈക്സ്. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ, നിങ്ങൾ നോക്കും, അയ്യോ എന്തിനോ ഇത്രയും, അപ്പോൾ ഇതിനാകുമ്പോൾ ഒരുപാട് കോസ്റ്റ്ലി ആവത്തില്ലേ? ഒന്നും ആവത്തില്ല. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ബാസ്ക്കറ്റ് ഓർഡർ ഇവിടെ എടുത്ത് വയ്ക്കുന്നത്. ബിക്കോസ് നിങ്ങൾക്ക് അറിയണം എത്ര രൂപയാണ് നമുക്ക് കറക്റ്റായിട്ട്, എക്സാക്ട് റിക്വയർമെൻറ്റ് എത്രയാണ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അറിയണം. അത് നമ്മുടെ ഡയറക്റ്റ് ബ്രോക്കറിൽ നിന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതാ നോക്കൂ, നമ്മുടെ സെറ്റ് ഫോർമേഷൻ ആയി കഴിഞ്ഞു. നോക്കൂ, 2 ക്വാണ്ടിറ്റി നമ്മൾ ഇപ്പോൾ ക്വാണ്ടിറ്റി ഈ മാസം മുതൽ 75 ക്വാണ്ടിറ്റി, 65 അല്ല, ഓർത്തോളുക. നിഫ്റ്റിയുടെ 2 ലെഗ്, ജനുവരിയുടെ 2 ലെഗ് കോളും ഒരു പുട്ടും സെല്ല് ചെയ്തു. ഫെബ്രുവരി അവസാനത്തിൻ്റെ 2 കോള് 2 പുട്ട് ബൈ ചെയ്തു. സോ ടോട്ടൽ മാർജിൻ നോക്കൂ, ഫൈനൽ മാർജിൻ 1,11,12,000 രൂപ നമുക്ക് റിക്വയർഡ് മാർജിൻ വേണം അപ്രോക്സിമേറ്റ്ലി. അതേമാതിരി 1,13,000 എന്ന് പറയുന്നത് ബിൽഡറിലും കാണിക്കുന്നുണ്ട്. കണ്ടോ, ഹെഡ്ജ് ബെനിഫിറ്റ് എത്ര കിട്ടി? 2.5 ലക്ഷം രൂപ നമുക്ക് ഹെഡ്ജ് ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആക്ച്വൽ റിക്വയർമെൻറ്റ് ഇത്രയും ചെയ്യാൻ നമ്മുടെ റിക്വയർഡ് മാർജിൻ തന്നെ 1,15,000 പോട്ടെ, 1.5 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ ക്യാപിറ്റൽ മതി. അല്ലെങ്കിൽ 1.25 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ നമുക്ക് എന്താ വേണം, കുറച്ച് കൂടി നമ്മൾ ലിബറലായിട്ട് ഒരു 1-1.5 ലക്ഷം രൂപ കയ്യിൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് സേഫസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയാൻ ഞാൻ ഈ പ്രൂഫോടുകൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. നോക്കൂ, നമ്മളിപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടില്ല, നിങ്ങൾ നോക്കിയാൽ അറിയാം. ഇതിപ്പോൾ ഞാനെല്ലാം റെഡിയാക്കി വെച്ചേക്കുകയാണ്. നമ്മൾ മാർക്കറ്റിലേക്ക് എക്സിക്യൂഷന് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. 1 by 1 പോയിന്റ് നിങ്ങൾ ഓരോന്നും ഇവിടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. എങ്ങനെ എക്സിക്യൂഷൻ നടത്തണമെന്ന് വേണ്ടിയിട്ട് ബാസ്ക്കറ്റ് ഓർഡർ എങ്ങനെ ഡിസൈൻ ചെയ്യണം, ബാസ്ക്കറ്റ് ഓർഡറിന് വേണ്ടിയിട്ട് ഏത് രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടുന്നത്, മാർക്കറ്റിൽ പ്ലേസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എങ്ങനെ ഓർഡേഴ്സിൻ്റെ എന്താ പറയുക, എക്സിക്യൂഷന് മുന്നേ നമുക്ക് എങ്ങനെ റെഡിയാക്കണം. ഇപ്പം നോക്കൂ, ആദ്യം എന്തുകൊണ്ടാണ് ബാസ്ക്കറ്റിൽ സെൽ ഓർഡർ എടുത്ത് വെക്കാൻ പറഞ്ഞത്? അപ്പോൾ ഓരോ ഓർഡർ എടുക്കും തോറും മറ്റത് മേളിലേക്ക് കയറി വരും. കാരണം ആദ്യം നമ്മൾ സെല്ല് കൊടുത്തു കഴിഞ്ഞാൽ, 2 സെല്ലിലേക്ക് പോയി കഴിഞ്ഞാൽ മാർജിൻ റിക്വയർമെൻറ്റ് ഒരുപാട് ഹൈ ആവും. അപ്പോൾ ബാസ്ക്കറ്റിൽ ആദ്യം സെൽ ഓർഡേഴ്സ് കൊടുക്കുക, പിന്നെ ബൈ ഓർഡേഴ്സ് വാങ്ങുമ്പോൾ സെൽ ഓർഡേഴ്സ് താഴെ വരും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓർഡർ എക്സിക്യൂഷനിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക, ഇതിൻ്റെ ടോട്ടൽ ലോസ്, ഞാൻ അത് പറഞ്ഞിട്ടിലേക്ക് വരാം, മാക്സിമം ലോസ് എത്ര നോക്കൂ, 10,000 രൂപ ലോസ് ഒരു മാസത്തെയാണ്. നമുക്ക് ഒരു മാസത്തെ ടോട്ടൽ, അഥവാ ഇനി ലോസിലേക്ക് പോയാലും 10,000 രൂപയിൽ നമുക്ക് ലോസ് ഉള്ളൂ. പ്രോഫിറ്റ് ആണെങ്കിലോ അൺഡിഫൈൻഡ് ആണ്, നമുക്ക് അൺലിമിറ്റഡ് പ്രോഫിറ്റിലേക്ക് പോകാനുള്ള സാധ്യതയും നമുക്കുണ്ട്. മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോവാണ്, നോക്കാം. മാർക്കറ്റ് ഓപ്പൺ ആയിട്ടില്ല ഇതുവരെ. സോ ഐ എം വെയിറ്റിംഗ് ഫോർ ദ മാർക്കറ്റ്. നിങ്ങൾക്ക് 1 by 1 ഞാൻ എന്താ പറയുക, മാർക്കറ്റ് പ്രീ മാർക്കറ്റ് ഓപ്പൺ ടൈം ആയിക്കഴിഞ്ഞു. നമ്മുടെ ടാർഗറ്റ് ഇനി ബിലോ ഈ ഒരു റേഞ്ച്, ഇപ്പം നിൽക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ നിന്ന് മുകളിലേക്ക് പോയാലും പ്രോഫിറ്റ് തന്നെയാണ് നമുക്ക്. ഏത് റേഞ്ചിൽ എത്ര പോയാലും പോകുന്നതോറും നമുക്ക് ലാഭം കൂടുതൽ കിട്ടും, താഴ്പോട്ട് വന്നാലും കിട്ടും. നമുക്ക് നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? 1,13,000 രൂപ. 5,000 രൂപ കിട്ടിയാൽ പോലും പോട്ടെ, 6,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്ക് 6% ആയി. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പേ ഓഫ് ഗ്രാഫ് നോക്കൂ, ആ ഡോട്ടഡ് ലൈൻസ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഡോട്ടഡ് ലൈൻസ് കറക്റ്റ് കർവ് ഇങ്ങനെയാണ്. ഒരു ഇച്ചിരി പ്രൈസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാലും നമുക്ക് പ്രോഫിറ്റാണ്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. 100% ഇത് എനിക്ക് നല്ല ബിലീഫുണ്ട്. ബിലീഫ് മാത്രമല്ല, ഞാനിത് റിയൽ ടൈമിൽ നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജിയിൽ ഞാൻ എക്സിക്യൂഷൻ ചെയ്ത് തന്നെ കാണിക്കാൻ പോവാണ്. ഓക്കെ,
വെയിറ്റ് ഫോർ ദി എക്സിക്യൂഷൻ പാർട്ട്. നമുക്ക് നോക്കാം. മാർജിൻ, ഫൈനൽ മാർജിൻ 1,11,000 രൂപ ഇപ്പോൾ കാണിക്കുന്നു. പക്ഷേ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ ഈ ഡെൽറ്റ വാല്യൂ അതും ഇതൊക്കെ, കാരണം പ്രീ മാർക്കറ്റിൽ ഞാൻ ചെയ്തതുകൊണ്ട് മാർക്കറ്റ് ഓപ്പൺ ആകുന്ന സമയത്ത് ചിലപ്പോൾ ഡെൽറ്റ വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ മാറ്റങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ടാകും. പ്രോബ്ലം ഇല്ല. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സമയത്ത് വീണ്ടും ഒരിക്കൽ കൂടെ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ചിലപ്പോൾ ഒരു സ്ട്രൈക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറ്റി കൊടുക്കേണ്ടി വരും. ഏത് ലെഗിലാണ്? ബൈ ലെഗിൽ. ഓക്കെ, സെല്ലിൽ മാറ്റം വരുത്തേണ്ട ആവശ്യം വരത്തില്ല, ബൈ ലെഗിൽ മാറ്റം വരുത്തേണ്ടി വരും ചെറിയ രീതിയിൽ. നിങ്ങളിതൊന്നും നോക്കണ്ട, ഒരു 50 മാർക്കറ്റ് ഓപ്പണിന് മുന്നേ ആണെങ്കിൽ നിങ്ങളിത് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത എക്സിക്യൂഷൻ പാർട്ടിലേക്ക് പോവാം. നോക്കൂ, നമ്മളിതാ എക്സിക്യൂഷൻ റെഡിയായി, മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം എവറിത്തിങ് ഈസ് സെറ്റ് റെഡി. നോക്കൂ, ഇപ്പം മാർജിൻ ചെറിയ റിഫ്രഷ് ചെയ്യുമ്പോൾ നമുക്കറിയാം 1,12,000 രൂപ മാർജിൻ വേണം നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി എക്സിക്യൂഷൻ നടത്തുവാൻ വേണ്ടിയിട്ട്. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു നോക്കൂ. ഒരിക്കൽ കൂടി പേ ഓഫ് ഗ്രാഫിൽ ഇപ്പം തന്നെ പ്രോഫിറ്റ് 100 രൂപ കാണിക്കുന്നു. പേ ഓഫ് ഗ്രാഫിൽ ബിക്കോസ് ഇറ്റ് ഈസ് ബിൽഡറാണ്. നമ്മൾ ബിൽഡറിൽ ലൈവ് മാർക്കറ്റ് ആരംഭിച്ചപ്പോൾ തന്നെ അത് പ്രോഫിറ്റ് കാണിക്കും. എക്സിക്യൂഷൻ ഞാൻ കൊടുക്കുകയാണ്. എക്സിക്യൂട്ട് ഓൾ ഓർഡേഴ്സ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കൂ. എക്സിക്യൂട്ട് കൊടുക്കുന്നു. റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഓർഡേഴ്സ് എക്സിക്യൂഷൻ കാണിക്കുന്നത്. സോ ഐ എം ഗോയിങ് ടു ക്ലിക്ക് ഓൺ ദറ്റ് എക്സിക്യൂഷൻ പാർട്ട്. ജസ്റ്റ് നിങ്ങൾ നോക്കൂ, ഓർഡർ എക്സിക്യൂട്ട് ചെയ്തു. ഓർഡേഴ്സ് എല്ലാം എക്സിക്യൂഷൻ നടക്കുന്നു. നോക്കൂ, ഓർഡേഴ്സ് എല്ലാം എക്സിക്യൂഷൻ നടന്നു കഴിഞ്ഞു. താഴെ ബാസ്ക്കറ്റിൽ നോക്കിയാൽ അറിയാം എല്ലാം സക്സസ് ഓർഡേഴ്സ്. മൊത്തം 4 പക്ഷേ എത്ര ലെഗാണ്? മൊത്തം 6 ലെഗാണ് അല്ലേ. ബൈസ് നമുക്ക് പൊസിഷനിലേക്ക് പോവാം. നോക്കൂ, February 26 പുട്ട് ഓപ്ഷൻ നോക്കൂ. ബൈ എത്രയാ? 130 ക്വാണ്ടിറ്റി. എന്താണ്? 2 ലോട്ട്. അതേമാതിരി കോൾ എത്രയാ? 130 2 ലോട്ട്. സെല്ല് എത്രയാ? ഈ 65 ക്വാണ്ടിറ്റി ഓരോന്നും. അത് ജനുവരിയുടെ അവസാനത്തെ എക്സ്പയറി. പുട്ട് ഒരു സെല്ല്, കോൾ ഒരു സെല്ല്, എല്ലാം ഡെൽറ്റ 25. ജനുവരി മന്തിൻ്റെ എക്സ്പയറി, ഫസ്റ്റ് മന്ത് എക്സ്പയറി സെല്ല് അത് ഡെൽറ്റ 25 റേഞ്ചിലുള്ളത്. നോക്കൂ, കറക്റ്റാണോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഓപ്ഷൻ ചെയിൻ നോക്കിക്കഴിഞ്ഞാൽ ഡെൽറ്റ വാല്യൂ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. നോക്കൂ, 26,600 ഇപ്പോഴത്തെ ഡെൽറ്റ വാല്യൂ 26. നമ്മൾ എടുത്തിരിക്കുന്നത് 26,600. ഡെൽറ്റ വാല്യൂ 26 ആയി. 25 26 റേഞ്ച് നമുക്ക് എക്സാക്ട് ഡെൽറ്റ നമുക്ക് കിട്ടണമെന്നില്ല. സോ ഓരോ പോയിന്റും ഞാൻ നോക്കൂ, എടുത്തത് മുതൽ ഇപ്പോൾ എന്താ അവസ്ഥ? ഇപ്പോൾ ലോസിൽ നിൽക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് പുട്ട് സൈഡിലെ ഡെൽറ്റ വാല്യൂ 25,750 ഡെൽറ്റ വാല്യൂ എത്രയാ? 25. നോക്കൂ, 25,750 ഡെൽറ്റ വാല്യൂ 25. കറക്റ്റ് 25 തന്നെയാണ് നമ്മൾ സെല്ല് ചെയ്തിരിക്കുക. ഇനി 26,900 ഫെബ്രുവരിയുടെ എക്സ്പയറി നോക്കാം. നോക്കൂ, ഓപ്ഷൻ ചെയിനിൽ പോയിട്ട് ഫെബ്രുവരി എക്സ്പയറി നോക്കൂ. ഫെബ്രുവരി ഇപ്പം ജാനുവരിയിൽ നിൽക്കുന്നു. ഫെബ്രുവരി മാറി. ഫെബ്രുവരിയിൽ വന്നിട്ട് ഏതാ നമുക്ക് നോക്കേണ്ടത്? നോക്കൂ, ഡെൽറ്റ 27,000ൻ്റെ അല്ല, 1 മിനിറ്റ്, 26,900. ഓക്കെ, അല്ല 25,600ൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ രണ്ടും നോക്കാം. 26,900ഉം 26 കോൾ സൈഡിൽ വന്നിട്ട് 26,900ൻ്റെ ഡെൽറ്റ വാല്യൂ ഇപ്പോൾ 30 ആണ്. ഓക്കെ, സോ അത് ഓട്ടോമാറ്റിക്കലി മാറുകയാണ്. ലൈവ് മാർക്കറ്റ് വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഡെൽറ്റ വാല്യൂസിൽ ചേഞ്ച് ഉണ്ടാവും. ഒരിക്കലും അത് കോൺസ്റ്റൻറ്റ് ഫിഗർ അല്ലല്ലോ, മാറിക്കൊണ്ടേയിരിക്കും. സോ ദാറ്റ് ഈസ് ചെറിയ മാറ്റങ്ങൾ നമുക്കുണ്ടാകും. ഇപ്പോൾ നോക്കൂ, നമ്മളുടെ P&L നോക്കിക്കഴിഞ്ഞാൽ 178 രൂപ 198 രൂപ മൈനസിൽ നിൽക്കുകയാണ്. സമയം ഞാനതിൽ എടുക്കാൻ സ്ക്രീനിൽ സമയം കാണാൻ കഴിയുന്നില്ല നിങ്ങൾക്ക്. സോ അത് മാത്രമേ ഉള്ളൊരു ചെറിയ പ്രോബ്ലം. ബട്ട് ടൈം ഇറ്റ്സ് വെരി ബിഗിനിങ് ടൈമാണ്. ഇപ്പം മാർക്കറ്റ് ഇപ്പോൾ ജസ്റ്റ് ഓപ്പൺ ആയിട്ടേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ നോക്കിയാൽ അറിയാം, ഓപ്ഷൻ ചെയിൻ നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം. ഇതിപ്പോൾ അടുത്തത് നോക്കൂ, 25,600ൻ്റെ ഡെൽറ്റ വാല്യൂ നിങ്ങൾ കണ്ടു. പ്രോഫിറ്റിലേക്ക് വന്നു. നമ്മൾ നോക്കൂ, റിയൽ ടൈമാണ് പ്രോഫിറ്റിലേക്ക്. അതിൽ നിന്ന് ഇപ്പോൾ എത്രയാണ് പ്രോഫിറ്റ്? ഇതിൽ 1 മിനിറ്റ്. സിമുലേറ്റേഴ്സിൽ എപ്പോഴും നോക്കൂ, മേലിട്ട് അപ്ഡേറ്റഡ് ടൈം നോക്കൂ 40. ഓരോ മിനിറ്റ് ഒൺസിൽ മാത്രമേ ഇവർ ആക്ച്വൽ ഡേറ്റ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യത്തില്ല. അതിനാണ് നമ്മുടെ ബ്രോക്കർ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ആക്ച്വൽ ഡേറ്റ ലഭിക്കും. ആക്ച്വൽ ഡേറ്റയിൽ എന്താ പറയുക, നമുക്ക് റിയൽ ടൈം നമുക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കും. പ്രോഫിറ്റ് ഇപ്പോൾ ലോസിലേക്ക് പോയി, പ്രോഫിറ്റിൽ വന്നു, ലോസിലേക്ക് ചെറിയ ഇതുണ്ട്. നമുക്ക് ഒരു ടെൻഷനില്ല. നിങ്ങൾക്ക് എന്താ പറയുക, വളരെ സിമ്പിളായിട്ട് ഈ സ്ട്രാറ്റജി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുക. ഒരു 1.5 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ആരാംസെ നമുക്ക് എന്ത് സമ്പാദിക്കാം? നമുക്ക് റീസണബിൾ പ്രോഫിറ്റിലേക്ക് പോകാം. ഇനി ലോസ് വന്നാലും നമുക്ക് വളരെ ഏർലിയറിൽ തന്നെ ലോസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലിമിറ്റ് ചെയ്ത് നിർത്താനും പറ്റും. നിങ്ങൾ 1
മന്ത് വരെ കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഫസ്റ്റ് മന്ത് ഒരു ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്കൊക്കെ എത്തുമ്പോൾ തന്നെ എന്താ പറയുക, നമ്മൾ അങ്ങനെ ലോസ് വരാനുള്ള സാധ്യത ഇത് വളരെ കുറവാണ്. കാരണം ഈ സ്ട്രാറ്റജിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു 2% അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല പ്രോഫിറ്റിലേക്ക് വരും. ഒരു മാസം കൊണ്ട് നിഫ്റ്റി ഇപ്പം നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഒരു മാസത്തെ റേഞ്ച് ഉണ്ട് നമുക്ക്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു കംപ്ലീറ്റ് ഹോൾ മന്തിൻ്റെ നമുക്ക് എന്ത് കിട്ടും? ഞാൻ ഇപ്പോൾ എന്താ പറയുക, നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്. ഈ സ്ട്രാറ്റജിയുടെ ഗുണം അങ്ങനെയാണ്. ഒരു മാസം ഒരിടത്ത് എന്തായാലും നിഫ്റ്റി നിൽക്കാൻ പോകുന്നില്ലല്ലോ, അല്ലേ? സോ അതാണ് നമ്മളുടെ ഇവിടുത്തെ എന്താ പറയുക ഹൈലൈറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. സോ ദിസ് സ്ട്രാറ്റജി ഇതാ നോക്കൂ. ഇപ്പം തന്നെ നമുക്ക് പ്രോഫിറ്റ്, ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് എത്രയാണ് പ്രോഫിറ്റ് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഓക്കെ, ഞാൻ ഇതെല്ലാം സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. ചെറിയ എന്താ പറയുക, അതിൻ്റെ സിങ്ക് ആകാത്തതിൻ്റെ ചെറിയ ഇഷ്യൂസ് ചിലപ്പോൾ വന്നെന്ന് വരാം. പക്ഷേ ഇതൊക്കെ ലൈവ് തന്നെയാണ് 110. ഓക്കെ, നോക്കൂ, സമയം ഏതാണ്ട് ഒരു അരമുക്കാൽ മണിക്കൂറായിട്ടോ. എനിക്ക് ടൈം കറക്റ്റ് ഓർമ്മയില്ല. ഇതാ ഇപ്പോൾ അതേ സെയിം നിങ്ങൾ നോക്കൂ, ലെഗിൽ വല്ലത് മാറ്റം ഉണ്ടോ നോക്കൂ. 25,600, 26,900, ഇവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടോ നോക്കൂ. എല്ലാം കൃത്യമായിട്ട് പോകുന്നുണ്ട്. പ്രോഫിറ്റ് എത്രയാണ് ഇപ്പോൾ തന്നെ? എത്രയാണ്? 700, 800 ആ റേഞ്ചിൽ ഇപ്പോൾ പ്രോഫിറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി നോക്കാം. നോക്കൂ, ഏതാണ്ട് 10:30 ടൈമിലാണ് ഞാനിത് നോക്കുന്നത്. 10:30-11 അടുപ്പിച്ചാണ് നോക്കുന്നത്. ഇപ്പോൾ നോക്കൂ, പ്രോഫിറ്റ് നോക്കൂ, 1000-ന് മേളിൽ വന്നു കഴിഞ്ഞു. ഇത് കൂടിക്കൊണ്ടേയിരിക്കുക. സോ ഇന്ന് തന്നെ മാർക്കറ്റ് എന്തായിരുന്നു? നമുക്ക് തന്നിരുന്ന പ്രോംപ്റ്റ് എന്തായിരുന്നു? മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലായിരുന്നു എന്ന്. ഇന്ന് നോക്കൂ, നമ്മുടെ നോക്കൂ 1,500 rupees പ്രോഫിറ്റ്. നമ്മുടെ ഇൻവെസ്റ്റഡ് ക്യാപിറ്റലിൻ്റെ 1%-ന് മേളിൽ പോയി കഴിഞ്ഞു നമ്മുടെ പ്രോഫിറ്റ്. 1,600 അത് മാറി ചിലപ്പോൾ പെട്ടെന്ന് താഴ്പോട്ടേക്ക് വരാം. പക്ഷേ ദിസ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. നോക്കൂ, നിങ്ങൾക്ക് റിയൽ ടൈം വേണമെന്നുള്ളവർക്ക് ഞാൻ റിയൽ ടൈം എക്സ്പെരിമെൻ്റ് നടത്തിയിട്ടുണ്ട്. എങ്ങനെ വർക്കാകും എന്നുള്ളത് നടത്തി. എയുടെ പ്രോംപ്റ്റ് പ്രകാരം പ്രോബബിലിറ്റി ഇന്ന് രാവിലെ തന്നെ മാർക്കറ്റ് ഓപ്പണിങ്ങിന് മുന്നേ തന്നെ അത് 45%ഓളം മാക്സിമം പ്രോബബിലിറ്റി ഓഫ് ഗോയിങ് അപ്സൈഡ് ആയിരുന്നു നമുക്ക് പറഞ്ഞിരുന്നത്. ഇന്നത്തെ മാർക്കറ്റ് ഞാനിപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇന്ന് നിഫ്റ്റി ഫ്രം ദ ഡേ ഓപ്പണിംഗ് ഓൺവേർഡ്സ് സ്റ്റഡി അപ്സൈഡിലേക്ക് പോകുമായിരുന്നു നിഫ്റ്റിയുടെ ഇന്നത്തെ അവസ്ഥ. നിങ്ങളത്തെ ഇന്ന് നോക്കാം. ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 31 ഡിസംബർ 2025, ലാസ്റ്റ് ഡേ ഓഫ് 2025. അന്നും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ നിങ്ങൾക്ക് മറക്കത്തില്ല. പിന്നെ ഇനി ബിക്കോസ് നൗ ഇപ്പോൾ ഇറ്റ്സ് റണ്ണിങ് ഓൺലി, ഞാൻ ഈ ഒരു ട്രേഡിൻ്റെ കംപ്ലീറ്റ് സ്ട്രാറ്റജി ഞാൻ എന്താ പറയുക കമ്മ്യൂണിറ്റിയിൽ ഞാൻ സ്ക്രീൻഷോട്ടായിട്ട് എന്താ പറയുക വരും ദിവസങ്ങളിൽ ഇതിൻ്റെ എത്രത്തോളം മാക്സിമം പ്രോഫിറ്റ്, ഞാനിത് ഒരു മാസം റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്ന സമയത്ത് 10,000 ആൻഡ് എബോ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ഞാനിത് എക്സിറ്റ് ചെയ്യും. ട്രേഡർ എന്നുള്ള നിലയ്ക്ക് നമുക്കൊരു കൺവിക്ഷൻ ഉണ്ടാവും. അതുമാത്രമല്ല, ഞാനിപ്പം നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് നിങ്ങൾ വൺസ് അഗെയിൻ ശ്രദ്ധിക്കുക. എന്താണ്? മന്തിൻ്റെ എക്സ്പയറി, അത് ഏത് മാസം ആയിക്കോട്ടെ, മന്തിൻ്റെ എക്സ്പയറിയുടെ 20 അവസാനത്തെ എക്സ്പയറി എടുക്കുക നിഫ്റ്റിയുടെ. അതിൽ Δ25 കോൾ സൈഡിൽ Δ25, പുട്ട് സൈഡിൽ Δ25. 25 എക്സാക്ട്ലി ലഭിച്ചില്ലെങ്കിൽ ഒരു 1-2 പോയിന്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആകാം, കുഴപ്പമില്ല. അതിൻ്റെ ഫസ്റ്റ് മന്ത് എക്സ്പയറിയുടെ അവസാനത്തെ ലെഗ്, മന്തിൻ്റെ എക്സ്പയറിയുടെ അവസാനത്തെ എക്സ്പയറിയുടെ കോൾ സൈഡിൽ Δ25 ±1 or 2 സെല്ല് ചെയ്യുക. അതേ എക്സ്പയറിയുടെ തന്നെ പുട്ട് സൈഡിലെ സ്ട്രൈക്കിലെ Δ25 ±1 or 2 പോയിന്റ് ഡെൽറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാം. അതിൻ്റെ ഒരു ലെഗ് സെല്ല് ചെയ്യുക. കോളിലൊരു ലെഗ് സെല്ല് ചെയ്യുക, പുട്ടിലൊരു ലെഗ് സെല്ല് ചെയ്യുക. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് മന്ത് അതിൻ്റെ അവസാനത്തെ എക്സ്പയറിയിലെ അതും Δ25 വരുന്ന, കോൾ സൈഡിൽ Δ25 വരുന്നതും പുട്ട് സൈഡിൽ Δ25 വരുന്നതുമായിട്ടുള്ള ഓരോ സ്ട്രൈക്കിൻ്റെയും 2 ലോട്ട് ബൈ ചെയ്യുക. ഓക്കെ, സോ ദിസ് ഈസ് ദ സ്ട്രാറ്റജി. അതിനോടൊപ്പം എയുടെ എങ്ങനെ വർക്കാകും എന്നുള്ളതിൻ്റെ സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഞാനിവിടെ കൃത്യമായിട്ട് ഞാനതിൻ്റെ പ്രൂഫോടുകൂടി നിങ്ങൾക്ക് ഞാൻ അവതരിപ്പിച്ച് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രോംപ്റ്റ് വേണമെന്നുള്ളവർ തീർച്ചയായിട്ടും ഒന്നുകിൽ ഈ കാണുന്ന QR കോഡിൽ നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് 250 rupees നിങ്ങൾ പേ ചെയ്യുക. ഓക്കെ, താല്പര്യമുള്ളവർക്ക് മാത്രം, അങ്ങനെ നിർബന്ധമൊന്നുമില്ല, വേണമെന്നുള്ളവർക്ക് പേ ചെയ്യാം. പേ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതിൽ വാട്സാപ്പും കൊടുത്തിട്ടുണ്ട്. ആ വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക, റെസിപ്റ്റ് ഞാൻ നിങ്ങൾക്ക് പ്രോംപ്റ്റ് നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, താങ്ക് യു.